സർവകലാശാല വൈസ് ചാൻസലർമാരെയും രജിസ്ട്രാർമാരെയും ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചത് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക്. സർവകലാശാലകളുമായി എളുപ്പത്തിലുള്ള ആശയവിനിമയത്തിനാണ് ഗ്രൂപ്പ് ആരംഭിച്ചത് എന്നാണ് വിശദീകരണം. എന്നാൽ അശോകിന്റെ നടപടിയിൽ ഒരു വിഭാഗം VC-മാർ അതൃപ്തിയിലാണ്. ഹാൻസ് ജോൺ വിശദാംശങ്ങളുമായിട്ട് ചേർന്നു. ഹാൻസ്, ഇതിനൊക്കെ ഒരു സർക്കാരിൻ്റെ സംവിധാനമൊക്കെ ആയതുകൊണ്ട് ഇതിനൊക്കെ ഒരു സുഘടിതമായുള്ള രീതികളൊക്കെ ഉണ്ടാകില്ലേ? ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ ആ രീതികൾക്ക് പുറത്തും പുതുതും ആയിരിക്കുമെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയത്? എന്താണ് ഇവരുടെ അതൃപ്തി? സനീഷ്, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അസാധാരണമായ നടപടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെയും രജിസ്ട്രാർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ സംസ്ഥാനത്തെ സർവകലാശാലകളെല്ലാം സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അവരേതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് അതാത് സർവകലാശാലകളാണ്. സർക്കാർ പൊതുവെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഇത് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം സർവകലാശാലകളോട് പറയാറില്ല. നയപരമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ സർക്കാരും സർവകലാശാലകളും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിന് വിപരീതമായി സർക്കാർ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് കടുത്ത അമർഷത്തിലാണ് ഈ 9 സർവകലാശാലകളിലെ VC-മാരുമുള്ളത്. കാരണം സാധാരണഗതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ സർക്കാരോ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി, ഒരു ചട്ടവിരുദ്ധ നടപടി അല്ലെങ്കിൽ അസാധാരണമായ നടപടി ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് VC-മാർ ഉന്നയിക്കുന്നത്. പക്ഷേ അതേസമയം സർവകലാശാലകളുമായി ആശയവിനിമയം നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി എന്നുള്ള രീതിയിലാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. എന്തായാലും ഈ നടപടിയിൽ കടുത്ത അമർഷം തന്നെയാണ് VC-മാർ രേഖപ്പെടുത്തുന്നത്. സനീഷ. ശരി, നന്ദി ഹാൻസ് വിവരങ്ങൾക്ക്. എന്തായാലും ഇപ്പോൾ എല്ലാവരും ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം വാട്സാപ്പാണ്. അതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കലൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾക്ക് അതിൻ്റെയുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാകില്ലേ? അതിനകത്ത് ഇത് വിടുമോ? അത് അങ്ങനെയൊരു രീതി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ശരിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും ഉയർന്നു വരിക.